ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമറോടുകൂടെ തുടങ്ങാം. ഈ വീഡിയോയ്ക്ക് ഓഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലപോലെ പട്ടി കുരയ്ക്കുന്ന ഒരു ശബ്ദമുണ്ട്. വീടിൻ്റെ പുറത്തിരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നോക്കിയിരുന്ന ഞാൻ അകത്ത് വന്നിരുന്നിട്ടും എൻ്റെ ശബ്ദത്തെക്കാളും മേളിലാണ് പട്ടിയുടെ ശബ്ദം. കുറച്ച് നേരം ഞാൻ കാത്തിരുന്നു ഈ പട്ടിയുടെ കുരയ്ക്ക് ഒരു ശമനം വന്നിട്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. പക്ഷേ നടക്കുന്നു തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. കർട്ടൻ്റെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഓർക്കുന്നത് എനിക്ക് എനിക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഇടാനുള്ള എൻ്റെ ചുരിദാറിൻ്റെ ഷോള് ഞാൻ തയ്ച്ചെടുത്തില്ല. ഇത് ആവശ്യത്തിനല്ല അനാവശ്യത്തിന് വീതിയുള്ള ഒരു കട്ടിങ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് റെഡ് തന്നെയാണ്. ടോപ്പ് എനിക്ക് റാണിയാൻ്റെ തയ്ച്ച് തന്നു നേരത്തെ തന്നെ. അപ്പോൾ ഷോള് ഞാനിങ്ങനെ എൻ്റെ ആവശ്യത്തിനുള്ള ലെങ്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. വീതി ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ദുപ്പട്ട സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള തുണിയും അതുപോലെ ലേസുമായിട്ട് മെഷീനിലോട്ട് ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ബെൽറ്റ് പൊട്ടി. നമ്മുടെ പഴയ ഉഷ മെഷീനിലെ ആ ഒരു വീല് ബാലൻസിങ്ങിൻ്റെ കഴുത്ത് വഴി ഇട്ടിരിക്കുന്ന ആ ബെൽറ്റ് അങ്ങ് പൊട്ടി. ഫൂട്ട് ഓപ്പറേഷൻ ആയതുകൊണ്ട് ബെൽറ്റ് നമ്മൾ ഇട്ടാൽ ഇനി തയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ബെൽറ്റൊക്കെ ഇട്ട് തയ്ച്ച് വരുമ്പോഴത്തേക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ന്യൂ ഇയർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലീജ ചേച്ചിയെ കൊടുത്തു. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴി എനിക്ക് തയ്ച്ച് കിട്ടുകയും ചെയ്തു. ആ ഒരു ഷോളാണ് കേട്ടോ ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓൺലൈൻ അല്ലാത്ത എൻ്റെ എല്ലാ ഡ്രസ്സുകളും ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ഷോളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലേസ് വർക്കോ അല്ലെങ്കിൽ വല്ല തൊങ്ങലോ തോരണോ ഒക്കെ ഇങ്ങനെ അടിച്ചു ചേർത്തെങ്കിലേ അതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ നോക്കുന്ന കവർ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. 40 രൂപയാണ് ആ ഒരു പീസിൻ്റെ റേറ്റ്. നല്ല എസ്തെറ്റിക് ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആയതുകൊണ്ട് അത് പൂച്ചാക്കൽ ഒരു കടയിൽ കണ്ടപ്പോഴേ ഞാനത് വാങ്ങിച്ചുകൊണ്ട് പോന്നു. പൂച്ചാക്കൽ ഈ കവർ വാങ്ങിച്ച കടയുടെ തൊട്ടടുത്ത് ബിസ്മിയിൽ എൻ്റെ മെഷീനിൽ ഇടേണ്ട ആ ഒരു ബെൽറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. എൻ്റെ ഈ കഴുത്ത് വഴി ചുറ്റിയിരിക്കുന്ന ഫെയറി ലൈറ്റ് ഞാൻ ഓൺലൈൻ ഓർഡർ കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ചില സാങ്കേതിക തകരാറ് മൂലം എനിക്ക് കൊടുക്കാനായിട്ട് പറ്റി. അതുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെ വർക്ക് ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. ഇനി കറണ്ട് കണക്ഷൻ തന്നെ അതിനകത്ത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ചേർത്തല പട്ടണത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ കടയിലും ഞാൻ കയറി ഇറങ്ങി ചോദിച്ചതാണ് ഈ ഫെയറി ലൈറ്റ് ഉണ്ടോ എന്ന്. അവിടെ എങ്ങും ഇല്ലാത്ത സാധനം നമ്മുടെ പൂച്ചാക്കയിൽ നിന്ന് കിട്ടിയെന്നേ. ഫെയറി ലൈറ്റിന് ഒരെണ്ണത്തിന് 40 രൂപ വെച്ചാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒരു 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഫെയറി ലൈറ്റ് സ്ലോയിലും ഫ്ലിക്കർ ചെയ്യും, സ്പീഡിലും ഫ്ലിക്കർ ചെയ്യും, പിന്നെ സ്റ്റേബിൾ ആവും. എൻ്റെ ഈ കുഞ്ഞ് ക്രിസ്മസ് ട്രീക്ക് ഈ ഒരു ഫെയറി ലൈറ്റ് ധാരാളമാണ്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ചൂടോടെ എണ്ണിപ്പറക്കി നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അമ്മച്ചി ചോദിക്കുന്നത് നമ്മുടെ സ്റ്റാർ ഇട്ടിട്ട് എങ്ങനെയുണ്ട്, കാണാനായിട്ട് കൊള്ളാവോ. ഇത്രയും ഇങ്ങനെ സ്റ്റാറിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് സ്റ്റാറിൻ്റെ വാലിന് ഒരു വളവുള്ളതുപോലെ തോന്നി. അങ്ങനെ സ്റ്റാറിൻ്റെ വാലിൻ്റെ വളവൊക്കെ നിവർത്തി വെച്ചതിന് ശേഷം ഞാൻ കയറി വന്നിട്ട് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കയ്യോടെ അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഏകദേശം എൻ്റെ കർത്തവ്യങ്ങളൊക്കെ ഞാൻ പൂർത്തീകരിച്ചതായിട്ട് എനിക്ക് തന്നെ തോന്നുന്നു. ഫ്രണ്ടിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എനിക്ക് റിവീൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പം സർപ്രൈസ് പൊളിയും. 997 സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമ്മളിങ്ങനെ 1K ആവാനായിട്ട് കാത്തിരിക്കുവാണ്. അപ്പം എൻ്റെ ചാനൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.